ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെയാണ്. അപ്പോൾ ഞാൻ 36 വേസ്റ്റ് വരുന്ന അളവിലാണ് ഞാനിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് 2 അളവുകളാണ് ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് വേണ്ടത്. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ ഹിപ്പ് റൗണ്ട് എന്ന് പറയുന്നത് നമ്മളുടെ വേസ്റ്റ് തന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് 36 ഇഞ്ചസിലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു മെയിനായിട്ട് നമ്മൾ 2 അളവുകൾ വെച്ചാണ് ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യത്തേത് വിഡ്ത്താണ്, അതായത് നമ്മളുടെ വേസ്റ്റിന് ആവശ്യമുള്ള വിഡ്ത്ത്. അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ 36 ഇഞ്ചാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം 36നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് ഒരു 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 11 ഇഞ്ച്. അപ്പോൾ വിഡ്ത്ത് എനിക്ക് വരുന്നത് 11 ഇഞ്ചിലാണ്. ഇനി അടുത്ത് മാർക്ക് ചെയ്യേണ്ട പോയിൻറ്റ് ക്രോച്ച് ലെങ്ത് ആണ്. ക്രോച്ച് ലെങ്ത് ഞാനിപ്പോൾ എടുക്കുന്നത്, നമുക്കിപ്പോൾ വിഡ്ത്ത് 11 ഇഞ്ച് കിട്ടി. ആ 11 ഇഞ്ചിൻ്റെ ഒപ്പം ഞാൻ എക്സ്ട്രാ ഒരു 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ 12 ഇഞ്ച് വന്നു. അതാണ് എൻ്റെ അടുത്ത അളവ്. ഇത് വെച്ചാണ് അപ്പോൾ നമ്മൾ ഈ സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്യാനായിട്ട് എത്ര തുണി വേണം എന്നുള്ളത് അതുകൂടെ നമുക്കൊന്ന് അളവെടുക്കാം. അപ്പോൾ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് ക്രോച്ച് ലെങ്ത്ത് 12 കിട്ടി. അതിൻ്റെ ഒപ്പം ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് 14 ഇഞ്ചിലാണ് ഞാനിപ്പോൾ തുണി എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമുക്ക് ഇത്രയും അളവുകളാണ് വേണ്ടത്. ഇതിൽ 2 മെയിനായിട്ടുള്ള വിഡ്ത്തിൻ്റെയും ക്രോച്ച് ലെങ്ത്തിൻ്റെയും അളവുകൾ വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. 14 ഇഞ്ചാണ് നമുക്കപ്പോൾ മടക്കിയിടാനായിട്ട് കിട്ടിയത്. അപ്പോൾ 14 ഇഞ്ചിൽ ഞാൻ എങ്ങനെയാണ് മടക്കിയിടുന്നതെന്ന് കാണിക്കാം. ഫ്രണ്ടിലെ പാർട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാക്കിലെ പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 ആക്കിയാണ് തുണി ആദ്യമേ മടക്കിയിടുന്നത്. അതിനുശേഷമാണ് നമ്മൾ അടുത്ത പാർട്ട് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് 14 ഇഞ്ചാണ് വേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 14 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ടിട്ട് 14 ഇഞ്ച് വരുന്ന പോയിൻ്റ് എവിടെയാണോ അവിടെ ഞാൻ ഒരു മാർക്കിംഗ് കൊടുക്കുവാണ്. അവിടെ വെച്ചാണ് നമുക്ക് ഈ തുണി മടക്കിയിടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 14 ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്ത്, നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടുന്നത് അവിടെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ആ വരയിലേക്ക് നമ്മളുടെ തുണി എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ഫോൾഡ് ചെയ്തെടുത്തു. എല്ലാ വശവും കറക്റ്റായിട്ട് ഇതേപോലെ നിവർത്തിയിടുക. എന്നിട്ട് നമ്മൾ വരച്ചു കൊടുത്ത ആ വരയിലേക്ക് മടക്കി എത്തിക്കുക. ഇനി എല്ലാ സൈഡും ഇതുപോലെ തന്നെ 14 ഇഞ്ചസ് ആണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനുശേഷമാണ് നമ്മൾ ലെങ്ത്ത് എത്രയെന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പോൾ എനിക്ക് ടോട്ടൽ ലെങ്ത്ത് ഒരു 36 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യമേ തന്നെ ഒരു 2 ഇഞ്ചിൽ മുകളിൽ ബെൽറ്റ് വെക്കാനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ലെങ്ത്തും അളവുകളെല്ലാം മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി 2 ഇഞ്ച് ബെൽറ്റിന് മാർക്ക് ചെയ്ത പോയിൻ്റ് കഴിഞ്ഞിട്ട് ആ വരച്ച വരയിൽ വെച്ചിട്ടാണ് ബാക്കി ലെങ്ത്ത് നോക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ലേസ് കൂടെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ അതിൻ്റെ അളവും കൂടെ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ ലേസിൻ്റെ അളവ് വരുന്നത് 1.5 ഇഞ്ചാണ്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ താഴെ ഒരു പട്ടയും കൂടി വെക്കുന്നുണ്ട്. അതും ഒരു 1.5 ഇഞ്ചിൽ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ഇഞ്ച് എക്സ്ട്രാ വരും. അപ്പോൾ ആ 3 ഇഞ്ച് നമ്മൾ ഈ മെയിൻ ക്ലോത്തിൽ നിന്ന് 3 ഇഞ്ച് കുറച്ച അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ വേണ്ട ലെങ്ത്ത് 34 ആയിരുന്നു. അതിൻ്റെ ഒപ്പം ഞാൻ 3 മൈനസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് 31 വന്നു. ഇനി അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടാണ് ഇവിടെ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് താഴെ മടക്കി അടിക്കാനായിട്ട് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ട ലെങ്ത്തിനേക്കാൾ 1 ഇഞ്ചും കൂടെ എക്സ്ട്രാ മടക്കി അടിക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് വേണ്ട ലെങ്ത്തിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള അളവുകളിലേക്ക് പോവാം. ലേസിന് ഇപ്പോൾ നിങ്ങളുടെ ലേസിൻ്റെ അളവ് എത്രയാണോ അതനുസരിച്ച് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് മെയിനായിട്ട് 2 പോയിൻ്റാണ് വേണ്ടതെന്ന് പറഞ്ഞല്ലോ. ഇതാണ് ഞാൻ ആ പറഞ്ഞ വിഡ്ത്ത്. ആ വിഡ്ത്ത് 11 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ക്രോച്ച് ലെങ്ത്ത്. ക്രോച്ച് ലെങ്ത്ത് 12 ഇഞ്ച്. ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന മാർക്കിംഗ് പോയിൻറ്റുകളാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് വേണ്ടത്. അത് വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ 12 ഇഞ്ചിൽ ഇതുപോലെ തന്നെ നമ്മൾ ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്തു. അപ്പോൾ മുകളിൽ നമ്മൾ 11 ഇഞ്ചിലായിരുന്നല്ലോ വിഡ്ത്ത് മാർക്ക് ചെയ്ത്, താഴെയും ആ 11 ഇഞ്ച് തന്നെ ഉണ്ടോ എന്ന് നമ്മൾ ഒന്ന് നോക്കി ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് മാത്രം ക്രോച്ച് ലെങ്ത്തിന് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഞാനത് വരച്ചെടുത്തു. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത ആ പോയിൻ്റ് ഉണ്ടല്ലോ അവിടെ നിന്ന്
ഒരു 2 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കണം. അപ്പോൾ 2 ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ട് അവിടെ ഇതുപോലെ സ്കെയിൽ കൊണ്ടൊന്ന് ആ 2 പോയിൻ്റ് തമ്മിൽ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു ചെറിയ കർവ് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഇപ്പോൾ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തല്ലോ, അവിടെ വരെ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ എനിക്ക് അവിടെ വരെ 13 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹാഫ് എത്രയാണെന്ന് നമ്മൾ നോക്കണം. അതിൻ്റെ ഹാഫ് ഇതുപോലെ നോക്കുമ്പോൾ എനിക്കൊരു 6.5 ഇഞ്ചോളം വരും. അപ്പോൾ 6 ഇഞ്ചിൽ നമ്മൾ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് 6 ഇഞ്ചിൽ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുക. ഇനി ആ 6 ഇഞ്ച് തന്നെ താഴെ നമ്മൾ ലെങ്ത്തിൻ്റെ ഭാഗം ഓൾറെഡി സ്കെയിൽ കൊണ്ട് മാർക്ക് ചെയ്ത് വരച്ചിട്ടിട്ടുണ്ട്. അവിടെയും 6.5 ഇഞ്ചിൽ തന്നെ മുകളിൽ കിട്ടിയ എത്രയാണോ ആ സെയിം ഇഞ്ചസ് തന്നെയാണ് നമ്മൾ താഴെയും വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഒന്ന് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇപ്പോൾ തയ്ക്കുമ്പോഴേക്കും ഇങ്ങനെ ചെയ്യണമെന്നില്ല. നമുക്ക് കിട്ടിയ പോയിൻ്റ് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ വരച്ചിട്ടല്ലോ, അവിടെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ താഴെ വിട്ട് വേണ്ടത് അതാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആ സ്ട്രെയിറ്റ് ലൈനിൽ വെച്ചിട്ട് 2 സൈഡിലേക്കും 3 ഇഞ്ച് വീതമാണ് കൊടുക്കുന്നത്. ഒരു സ്റ്റാൻഡേർഡ് വിട്ടാണ് അവിടെ ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേറൊരു പാൻറ് എടുത്ത് നോക്കിയിട്ട് അവിടുത്തെ വിട്ട് അനുസരിച്ച് എത്രയാണോ വരുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് 2ലേക്കും 3 ഇഞ്ച് വീതമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ വരച്ച ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് 2 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻ്റ്, അതിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് വരച്ചു കൊടുത്തു. ഞാനിപ്പോൾ അവിടെ നേരെ ഒരു വര വരച്ചത് ഇതിൽ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയാണ്. ഈ വര ജോയിൻ ചെയ്ത് പോയിൻ്റ് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് അങ്ങനെ വരച്ചു കൊടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ വരച്ചു കൊടുക്കുക. നമുക്ക് ഷേപ്പ് ചെയ്യണ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലാണെങ്കിലും വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് നേരെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്ക് ഇത് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എടുത്തത് 14 ഇഞ്ചിലായിരുന്നു വിഡ്ത്ത് എടുത്തിരുന്നത്. അതിനേക്കാൾ ഒരു 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമുക്ക് ബാക്ക് പാർട്ടിന് വേണം. അപ്പോൾ 14 ഇഞ്ചിൻ്റെ ഒപ്പം 2 ഇഞ്ച് കൂട്ടുമ്പോഴേക്കും 16 ഇഞ്ച് വരും. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പാർട്ട് എടുത്ത് എത്രയാണോ അതിൻ്റെ ഒപ്പം 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ വേണ്ടി വരും. അത്രയും ഓർത്താൽ മതി. അങ്ങനെ ക്ലോത്ത് ഞാൻ 2ആക്കി മടക്കിയിട്ടു. എന്നിട്ട് നമ്മൾ ബെൽറ്റ് വെച്ച ആ ഭാഗത്ത് 2 ഇഞ്ചിൽ എക്സ്ട്രാ നമ്മൾ 2 ഇഞ്ചും കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ മീതെ നമ്മൾ ഫ്രണ്ട് പാർട്ടിൻ്റെ കട്ട് ചെയ്തത് പീസ് ഇട്ട് കൊടുത്തിട്ട് ബെൽറ്റിൻ്റെ ആ ഭാഗത്ത് ഇതേപോലെ 2 ഇഞ്ച് ആ ക്രോച്ച് ലെങ്ത്ത് വരെ 2 ഇഞ്ച് വേണം. അതേപോലെ 2 ഇഞ്ച് വരച്ചിട്ട് ഞാൻ സ്കെയിൽ കൊണ്ടൊന്ന് വരച്ചു കൊടുത്തു. ഇനി ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ അവിടെ നമ്മൾ 2 ഇഞ്ച് നേരത്തെ മാർക്ക് ചെയ്തിരുന്നല്ലോ ഫ്രണ്ട് പാർട്ടിൽ, അതേപോലെ ബാക്ക് പാർട്ടിൻ്റെ സൈഡിലും ഇതുപോലെ 2 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിംഗ് കൊടുത്തു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു കർവ് അവിടെയും ചെയ്ത് കൊടുക്കുകയാണ്. 2 ഇഞ്ച് എക്സ്ട്രാ എടുത്ത ഭാഗത്താണ് ഇതുപോലെ നമ്മൾ കർവ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അടുത്ത് ചെയ്യേണ്ടത് ഒരു 1.5 ഇഞ്ച് വീതമാണ് ഞാനിവിടെ സൈഡ് ഫ്രണ്ട് പാർട്ടിൻ്റെ ആ ഭാഗത്തുനിന്നും ഒരു 1.5 ഇഞ്ച് എക്സ്ട്രായാണ് ഞാൻ സൈഡിലേക്ക് നമ്മൾ കാലിൻ്റെ ഭാഗത്ത് എടുത്ത് കൊടുക്കുന്നത്. അവിടെ കുറച്ചുകൂടെ ലൂസ് വേണ്ടവർക്ക് 2 ഇഞ്ചിലെടുത്ത് കൊടുക്കാം. എനിക്ക് അത്രയും ലൂസ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ 1.5 ഇഞ്ചിലെടുത്ത് കൊടുക്കുന്നത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് വൈറ്റ് കളറിൽ വരക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് അത്ര ക്ലിയർ അല്ലാതെ ഇരിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്ത് എടുത്തു. ഇനി നമുക്ക് ഈ സൈഡിൽ മടക്കിയിട്ട് ആ ഭാഗം ഉണ്ടല്ലോ അതുകൂടെ ഒന്ന് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 4 പീസായിട്ട് ഇവിടെ കിട്ടും. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് അകവും പുറവൊന്നും അറിയത്തില്ല, പ്ലെയിൻ കളർ ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ അകവും പുറവെല്ലാം നോക്കിയിട്ട് അത് കറക്റ്റ് ചെയ്ത് എടുക്കണം.
ഇപ്പോൾ എനിക്ക് വൈറ്റ് ആയതുകൊണ്ടും ഇത് പ്രത്യേകിച്ച് അങ്ങനെയൊന്നും മനസ്സിലായില്ല. ബാക്കി സ്റ്റിച്ചിങ്ങിലേക്ക് അപ്പം നമുക്ക് കിടക്കാം. ആദ്യം തന്നെ ഞാൻ എടുക്കുന്നത് ഫ്രണ്ട് പീസാണ്. അപ്പോൾ ഫ്രണ്ട് പീസിൻ്റെ ഈ ഒരു ഭാഗമുണ്ടല്ലോ, ആ റൗണ്ടായിട്ട് കർവ് ചെയ്ത് വന്ന ഭാഗം മുതൽ ഇങ്ങനെ ചേർത്തൊന്ന് വെച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ഇതിൻ്റെ നല്ല വശം രണ്ടും അകത്ത് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എനിക്കിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട്, പ്ലെയിൻ കളർ ആയതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല. നിങ്ങൾ ചെയ്യുമ്പോഴേക്കും അത് നോക്കിയിട്ട് നല്ല വശം അകത്ത് വരുന്ന രീതിയിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതും ഡബിൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. പാൻ്റ് ആയതുകൊണ്ടും നമ്മൾ ഇരിക്കുമ്പോൾ എണീക്കുമ്പോഴൊക്കെ അത് വിട്ടു പോകാനായിട്ട് ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ആ ഭാഗത്തുമെല്ലാം നന്നായിട്ട് സ്റ്റിച്ചിങ് ഒന്നും പൊട്ടിപ്പോവാതെ നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സ്റ്റിച്ച് എന്തായാലും അവിടെ നിർബന്ധമായും നമ്മൾ ചെയ്തിരിക്കണം. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഞാൻ ഇതേപോലെ ക്രോച്ച് ഏരിയ വരെയും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ കാലിൻ്റെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ കാലിൻ്റെ ഭാഗം ഇതേപോലെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. പിൻ ചെയ്ത് കൊടുത്തിട്ട് നടുക്ക് ഭാഗത്ത് നിന്ന് നമുക്ക് അതിന് പിൻ ചെയ്തിട്ട് വേണം സൈഡിൽ 2 ഭാഗത്തേക്കും പിൻ ചെയ്ത് പോകാനായിട്ട്. ഇങ്ങനെ ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഈ താഴത്തെ ഭാഗം നമുക്ക് ഈ വി പോലെ വരുന്ന ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. താഴെ നിന്നാണ് അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. ഇതിൻ്റെ സെൻട്രൽ പൊസിഷൻ ഇതുപോലെ എത്തുമ്പോഴേക്കും നമ്മൾ 2 സൈഡിലും ക്രോച്ച് ലെങ്ത്ത് മടക്കി അടിച്ചായിരുന്നല്ലോ. അപ്പോൾ അത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സൈഡ് നമ്മൾ നമ്മളുടെ ഫേസ് ആയിട്ട് വെക്കുകയാണെങ്കിൽ താഴത്തെ സൈഡ് അപ്പുറത്തെ ഫേസ് ആയിട്ട് വെക്കണം. അപ്പോൾ നമുക്ക് അവിടെ അധികം കട്ടി തോന്നിക്കില്ല. രണ്ടും ഒരേ സൈഡിലേക്ക് തന്നെ മടക്കിയാണ് വെക്കുന്നതെങ്കിൽ ആ ഭാഗത്ത് കൂടുതൽ കട്ടിയായിരിക്കും. അപ്പോൾ ആ ഭാഗം 2 സ്റ്റിച്ച് ചെയ്തെടുക്കണം എല്ലാവരും. അപ്പോൾ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ എടുത്തു. ഇനി അടുത്തത് നമുക്ക് കാലിൻ്റെ എൻഡ് ഭാഗത്ത് ലേസ് വെച്ച് കൊടുക്കാനാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളതിന് മുന്നേ നമ്മളുടെ കാലിൻ്റെ ഭാഗം ഒന്ന് 1/2 ഇഞ്ചിൽ മടക്കിയടിക്കണം. നമ്മൾ അതും കൂടെ എക്സ്ട്രാ ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ലെങ്ത്ത് കട്ട് ചെയ്തത്. ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിൽ നമ്മൾ താഴെ വെക്കാനുള്ള കട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പീസ് തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു 2 ഇഞ്ച് വിഡ്ത്തിലാണ് വെക്കുന്നത്. നമ്മൾ അടിച്ച് വരുമ്പോഴേക്കും ഒരു 1/4 ഇഞ്ച് അവിടെ കുറയും. അപ്പോൾ ഞാൻ 2 ഇഞ്ച് വിഡ്ത്തിലും ഇപ്പോൾ എനിക്ക് വന്നിരിക്കുന്ന ലെങ്ത്ത് 12 ഇഞ്ചായിരുന്നു. ആ സെയിം ഇഞ്ചിൽ തന്നെയാണ് ഞാനിവിടെ ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ വരുന്നത് അത്രയും അളവിലെടുക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഫോൾഡ് ചെയ്തിട്ടിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ 2 സൈഡിലേക്കും കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം. ഞാനിപ്പോൾ അടിച്ചെടുത്തിട്ട് ഒന്ന് അയേൺ ചെയ്ത് തിരിച്ചിട്ടെടുത്തേക്കുമാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലേസ് ഇതിൻ്റെ മീതെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. നമ്മൾ വെച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇത് ഇങ്ങനെയാണ് വരുന്നത്. അടിഭാഗം ഇതുപോലെ ഒരു 1/4 ഇഞ്ചിൽ മടക്കി ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി ഇതുപോലെ എടുക്കാം. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ നേരത്തെ മടക്കിയെടുത്ത് താഴത്തെ ഭാഗമാണത്. അതിലേക്ക് ഞാൻ അതിൻ്റെ മീതേക്ക് ഇതേപോലെയാണ് മീതെയാണ് ഞാനിപ്പോൾ ലേസ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും വെച്ച് നോക്കിയിട്ട് ഏതാണോ ഭംഗി അതുപോലെ വെച്ച് നോക്കുക. എന്നിട്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ കാല് മടക്കിയടിച്ച ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് നേരത്തെ അടിച്ചു വെച്ച ആ ലേസിൻ്റെ ഭാഗം ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് ഇത് നല്ല നീറ്റായിട്ട് നല്ല ഭംഗിക്ക് തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിക്ക് നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സൈഡ് കൂടെ ഒന്ന് അടിച്ചെടുക്കാം. താഴെ നിന്നാണ് നമ്മൾ ഇതിന് സൈഡ് അടിച്ച് പോകുന്നത്. ഇതേപോലെ ചേർത്ത് ഒന്നിച്ച് വെച്ചിട്ട് നമുക്ക് സൈഡ് അടിക്കാം. സൈഡ് ഇതേപോലെ അടിച്ചെടുക്കുമ്പോഴേക്കും 2 സൈഡിലും ഇതേപോലെ അടിക്കുക. എന്നിട്ട് നമ്മൾ 2 സ്റ്റിച്ച് ചെയ്തെടുക്കുക. സൈഡ് ഇങ്ങനെ നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബെൽറ്റ് വെക്കാനാണ് ഉള്ളത്. നമ്മൾ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. ബെൽറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ഓൾറെഡി ഒരു 2 ഇഞ്ചിൽ മാർക്കിംഗ് കൊടുത്തായിരുന്നു. അവിടെയാണ് ഞാൻ ആ സ്കെയിൽ കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വര കാണാൻ പറ്റുന്നുണ്ടല്ലോ, അത് ഞാൻ 2 ഇഞ്ചിൽ ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്തതാണ്. ഇതേപോലെ മടക്കി അടിച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക് അതിൽ വെച്ച് കൊടുക്കുന്നത്. നടുഭാഗത്ത് ഇതേപോലെ ഒരു 3 ഇഞ്ച് ഗ്യാപ്പ് ഇടുക. അത് നമുക്ക് ഇലാസ്റ്റിക് അകത്ത് വെച്ചതിന് ശേഷം അടിച്ച് കളയാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഞാൻ ഇതേപോലെ ഒന്ന് ബെൽറ്റിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അത് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഗ്യാപ്പ് നമ്മളിട്ട ഭാഗത്ത് കൂടെ ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന്
ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ 2 ഇലാസ്റ്റിക്കും കൂടെ ചേർത്ത് പിടിച്ച് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ മീതെ വെച്ച് വേണം അത് ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കരമായിട്ട് പാൻറ്റുമ്മേൽ തള്ളിയിരിക്കുന്ന പോലെ ഇരിക്കും. എന്നിട്ട് നമ്മൾ നേരത്തെ ഗ്യാപ്പിട്ട ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഇലാസ്റ്റിക് അകത്തേക്ക് കയറ്റിയതിന് ശേഷം ആ ഭാഗം നമുക്കൊന്ന് അടിച്ചു കളയാം. അപ്പോൾ നമുക്ക് പാൻറ്റ് ഇതേപോലെ ഇലാസ്റ്റിക് വെച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഒന്ന് വലിച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും ഒരേപോലെ ചുരുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇലാസ്റ്റിക് ഒന്നും കറക്റ്റായിട്ട് മടങ്ങി പോകാതിരിക്കാൻ വേണ്ടി ഞാൻ നടുഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട്. അവിടെ കൊടുക്കുമ്പോഴേക്കും ഇതേപോലെ ഇലാസ്റ്റിക് വലിച്ച് പിടിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചുരുക്ക് കൂടി കിടക്കും. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതേപോലെ വലിച്ച് പിടിച്ചിട്ട് വേണം അടിച്ചു കൊടുക്കാനായിട്ട്. നമ്മൾ നടുഭാഗത്ത് ഇങ്ങനെ അടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഇങ്ങനെ മറിഞ്ഞു പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ പാൻറ്റ് ഇവിടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എൻ്റെ ഭാഗമെല്ലാം നല്ല ഭംഗിക്ക് നല്ല റെഡിമെയ്ഡ് പാൻറ്റ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.